പ്രിയപ്പെട്ട അതേപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തി ആശംസകൾ അർപ്പിച്ച പ്രിയപ്പെട്ട അച്ഛൻ തോമസ് അച്ഛൻ, അതേപോലെ തന്നെ വേദിയിലിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ ചുറുചുറുക്കോടുകൂടി ഇപ്പോഴാണ് ഒരു പക്വത വന്നത് എനിക്ക് തോന്നുന്നത്. അതിൽ ഓടി നടക്കുന്ന കണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോലെ ഇവർക്ക് ഒരു അപ്പൊ കണ്ടപ്പോഴൊക്കെ തോന്നിയിട്ട് ഒരു 27 ആയിരുന്നു. ഇപ്പോഴാണ് അതേപോലെ തന്നെ പ്രിയപ്പെട്ട ഈ സോഷ്യൽ ക്ലബിന്റെ ഭാരവാഹികളായ പ്രിയപ്പെട്ട ജോമോൻ ചേട്ടൻ, അതേപോലെ തന്നെ സിബി കൈതകൻ, ശ്രീ മാത്യു ചേട്ടൻ, ശ്രീ ബിനു ചേട്ടൻ, ശ്രീ സാബു ചേട്ടൻ, ശ്രീ ജസ്മോൻ ചേട്ടൻ, ശ്രീ ജോസ് കൊണക്കാട്, അതേപോലെ തന്നെ ഏറ്റവും പ്രിയങ്കരിയായിരിക്കുന്ന ഈ ചടങ്ങലയിൽ നമ്മോടൊപ്പം ഈ ഓണാഘോഷ പരിപാടികളിൽ നിൽക്കുന്ന മറീന എബി സിനിമയിലൂടെ അനുമോളായും ഹാപ്പി വെഡിങ് എന്ന് പറയുന്ന സിനിമയിലൂടെ സോഫിയായി ഈ വരാൻ പോകുന്ന കമൽ സാറിന്റെ വിവേകാനന്ദൻ വൈറലാണ് പറയുന്ന സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട മറീന വേദിയിൽ നിന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ. ഞാൻ ഒരു നിമിഷം നമ്മുടെ ഇങ്ങനെ നടന്നു വരുമ്പോഴും സുന്ദരനായ ഒരു മാവേലി ഞാനിവിടെ നോക്കിയപ്പോൾ ഈ മാവേലി ആയിരുന്നെങ്കിൽ എങ്ങനെയാണ് ചവിട്ടി താഴ്ത്താൻ പോകുന്നത് എന്നുള്ളത് ഞാൻ ചിന്തിച്ചു. ജോബി ചേട്ടൻ, അതേപോലെ തന്നെ ഞാൻ കുറെ മുൻപ് തന്നെ ഈ ഇവിടേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് എന്നെ ഒരു പ്രോഗ്രാമിനാണ് എല്ലാ ഷെഡ്യൂളും തയ്യാറാക്കി നമ്മുടെ എന്റെ വോട്ടർ കൂടി എന്റെ മണ്ഡലകാരിയായിരിക്കുന്ന സുനിൽ തൈലത്തിന്റെ ചേട്ടനല്ല ഭാഗ്യം. ചിക്കാഗോ സോഷ്യൽ ക്ലബിലാണ് എനിക്കിവിടെ ആദ്യം തന്നെ ഒരു സന്ദർശനത്തിനുള്ള പരിപാടി അറേഞ്ച് ചെയ്യാൻ കഴിഞ്ഞതിൽ വലിയൊരു സന്തോഷം കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ്. അതേപോലെ പാലക്കാട് ഉൾപ്പെടെ മുൻനിരയിലിരിക്കുന്ന ഈ സോഷ്യൽ ക്ലബിന്റെ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, പത്രമാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരു വലിയ പ്രസംഗത്തിന് മുതിരുന്നില്ല. കാരണം പ്രസംഗം എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരും കൈ വെക്കാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. സദസ്സിലേക്ക് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കലോത്സവ വേദിയിലേക്കൊക്കെ വരുമ്പോൾ ഉദ്ഘാടകരുടെ പ്രസംഗം ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ ഞാൻ എന്റെ മാഷിനോട് ഒരു മാഷെ ഇങ്ങനെ പ്രസംഗമാണ് നിർത്തിപ്പോയത്, എനിക്ക് ഞങ്ങളുടെ കലാപരിപാടി അവതരിപ്പിക്കാമല്ലോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വലിയ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല, പ്രസംഗം ഇഷ്ടമല്ല. അതെ അതാണ് ഒരുപക്ഷെ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട് അല്ലേ. കോവിഡിന്റെ ഒരു വലിയ ഇടവേള കഴിഞ്ഞ് നമ്മുടെ ഏറ്റവും വലിയൊരു ഓണാഘോഷം നടക്കുന്ന ഒരു ഘട്ടമാണ്. നമ്മുടെ എപ്പോഴും സർവശക്തിയിൽ അർപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ഒരു കൂട്ടായ്മയും സന്തോഷവും ഒക്കെ വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി പകർന്നു കൊടുക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഇന്ന് നടന്നിരിക്കുന്ന വടംവലിയാണെങ്കിലും ഇതിനോടനുബന്ധിച്ച് നടന്നിരിക്കുന്ന ഫുഡ് ഫെസ്റ്റിവൽ ആണെങ്കിലും ഈ ഓണാഘോഷ പരിപാടി വഴിയാണ് നമ്മളെപ്പോഴും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. നിങ്ങളുടെ കൂട്ടായ്മ എന്നും ഏറ്റവും ഐശ്വര്യത്തോടു കൂടി തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആദ്യം പ്രാർത്ഥിക്കുക. തിരികെ പോകാൻ എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ. അങ്ങനെ ജനിച്ചു വളർന്നിരിക്കുന്ന ഒരു നാട്ടിലെ അമ്മച്ചി പോലും ആഗ്രഹിക്കുന്നുണ്ടാവും ഒന്ന് ആ പാഠവരങ്ങളിലൂടെ ഒന്ന് നടക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അല്ലേ. തിരികെ ഗ്രാമം ഗ്രാമം
നമുക്ക് നാട്ടിലോട്ട് പോകാൻ കഴിയാറില്ല. പക്ഷെ ആ നാടിനെ നമ്മൾ ഇങ്ങനെ ചേർത്ത് വെച്ച് കൊണ്ടുവരികയാണ് എന്നും എപ്പോഴും ചേർത്ത് വന്നുകൊണ്ട് സോഷ്യൽ ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആഘോഷം അല്ലേ. മലയാള ഭാഷ നമ്മളെപ്പോഴും മലയാളികളായതുകൊണ്ട് തന്നെ മലയാള ഭാഷയ്ക്ക് എപ്പോഴും നമ്മൾ കേൾക്കാൻ കൊതിക്കുന്നതാണ്. ൊരു ഹരിത ചാരുതീരം പുഴയോരം കളമീളം കവിത പാടുതീരം കായലലകൾ കൊള്ളും കടവലിയും കായ് ഇലയാടും സുന്ദരമായിരിക്കുന്ന ആ ഒരു നാടിന്റെ ഓണാഘോഷത്തിന്റെ ഏറ്റവും നല്ല മധുരതരമായിരിക്കുന്ന ഓർമ്മകളൊക്കെ അയവിക്കൊണ്ട് നിങ്ങളുടെ ഒപ്പം കൈ കഴിച്ചുകൊണ്ട് ഈ പരിപാടികളിലേക്ക് കടന്നു വരുന്ന ഒരു തലമുറയിലേക്ക് നിങ്ങൾ അനുഭവിച്ചിരുന്ന കുട്ടിക്കാലവും നിങ്ങൾ അനുഭവിച്ചിരുന്ന ഓണാഘോഷവും എല്ലാം അവർ കൈമാറി കൊടുക്കുന്നതിനു കൂടി ഒരു വലിയ സമൂഹത്തിനെ വാർത്തെടുക്കുകയാണ് സിബിച്ചേട്ടന്റെ നേതൃത്വത്തിൽ ഈ സോഷ്യൽ ക്ലബ്ബ് ചെയ്യുന്നത്. അത് ഏറ്റവും പ്രശംസനീയമാണ് എന്നതുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. വരാൻ പോകുന്ന നാളുകളിലേക്ക് പക്ഷേ സുന്ദരനായിരുന്ന അല്ലെ ഞാൻ സിബിച്ചേട്ടൻ തന്നെ യഥാർത്ഥം പറയുന്ന പോലെ ഇറങ്ങി പോകുന്ന സമയത്ത് അവരവരും തടിക്ക് കേടുകയാണ് പോകാൻ പറ്റുമല്ലോ അല്ലെ. നമ്മുടെ തലമുറകളിലെ വലിയ വ്യത്യാസമുണ്ട്. സുന്ദരനായ മെസ്സിയെ പോലെ നല്ല ഫുട്ബോൾ താരമായിരുന്നു സിബിച്ചേട്ടൻ. അതേപോലെ തന്നെ നെയ്മറിനെ പോലെ താരമായിരുന്ന സിറിയ ചേട്ടന്റെ ഒക്കെ ഒരു കുട്ടിക്കാലത്തിലേക്ക് ഒരു കോളേജ് കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടവും ഇന്നത്തെ ഒരു കാലഘട്ടവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഇല്ല ചേട്ടാ? ഉണ്ടോ? അന്നായിരുന്നു ചോദ്യം എങ്ങനെയായിരുന്നു സുനിശ്ചിത വഴി കാത്താവുന്ന സുന്ദരിയായിരുന്നു വാരിവിടെ വന്നിട്ടില്ല ചേട്ടാ. ശ്രീചേട്ടാ വൈഫിൽ വന്നിട്ടുണ്ടോ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞപ്പോ പോയി ആ പഴയ കാലഘട്ടത്തിലേക്ക് പോയി നിമിഷം. ചേച്ചി ഇവിടെ ഇരിപ്പുണ്ടല്ലോ അല്ലേ? സിബിച്ചേട്ടന്റെ കാലം ഇരിപ്പുണ്ട്. രണ്ടാമത് ഒരു നിമിഷം പോയി ആ സുന്ദരന്മാരായിരുന്ന സിബിച്ചേട്ടനെ നോക്കി ഒരു കാലം ആ സുന്ദരിയായിരുന്നു ചേച്ചി ചോദിച്ചു ഞാനും വരട്ടെയോ നിന്റെ കൂടെ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. വീട്ടിൽ മുതിർന്ന കാരണങ്ങളുണ്ടായിരുന്ന ആ മുതിർന്ന ആളുകളെ ബഹുമാനിക്കുന്ന കാലഘട്ടത്തിലെ യുവത്വമായാണ് സിബിച്ചേട്ടനെ പോലുള്ള അന്നത്തെ തലമുറയിൽ തന്നെയാണ്. ആ കാലഘട്ടം വേണ്ട. അന്ന് അവര് പറയുന്ന മറുപടി ഉണ്ടായിരുന്നു, പാടില്ല നമ്മെ നമ്മൾ ചെയ്തുകൂടാ. വീട്ടിൽ ചോദിക്കുന്നു മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ശ്രീചേട്ടൻ പറഞ്ഞു പണി പോലെ ഇന്ന് എന്നെയുടെ തലമുറ ഇതേ പാട്ടാണ് പുതിയ രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചോദിക്കുന്നുണ്ട് അന്നത്തെ പോലെ തന്നെ വഴിയിൽ നിന്ന് കാത്തു നിന്ന് അല്ലെ സുന്ദരന്മാരായ ആളുകളോട് ഞങ്ങൾ ചോദിക്കുന്നു ഞാനും വരട്ടെ അന്ന് സിബിച്ചേട്ടൻ പറഞ്ഞ മറുപടി പാടില്ല നമ്മെ നമ്മൾ എന്നാണ് ഞങ്ങളോട് പറയുന്ന മറുപടി പോരോ കുഞ്ഞാരേ അങ്ങനെ കാലഘട്ടങ്ങളുടെ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും എപ്പോഴും എല്ലാ ജനറേഷന്റെ മനസ്സിലും ഉണ്ടാകുന്ന എപ്പോഴും കുട്ടിക്കാലത്തെ നല്ല സുന്ദരമായിരിക്കുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ അയവിലൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത് അല്ലേ ചേച്ചി? സെറ്റ് സാരി ഇവിടെ വന്ന് ഈ സഖ്യയും ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചേട്ടന്മാരും നല്ല മുഖത്തോക്ക് നല്ല പാൽപ്പായമായിട്ട് കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോവാണ്. കഴിഞ്ഞു പോയ
നാട്ടിനകരെ കൊഴിഞ്ഞു വീണ രാഗവും കടലിനകരെ ഓർമ്മകളെ നിന്നെയോ കരയുന്നു ഞാൻ നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ കഴിഞ്ഞു പോയ കാലം നാട്ടിനകരെ കൊഴിഞ്ഞു വീണ രാഗവും കടലിനകരെ ഓർത്തുകൊണ്ടിരിക്കുന്ന നമ്മൾ എവിടെ പോയാലും നമ്മുടെ ആ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിരിക്കുന്ന സുന്ദരമായിരിക്കുന്ന ആ കാലഘട്ടം ഓർത്തുകൊണ്ട് നമുക്ക് ഏറെ ദൂരം ഇനിയും സഞ്ചരിക്കുവാൻ സാധിക്കട്ടെ. ഈ ചിക്കാഗോയിലെ സോഷ്യൽ ക്ലബിന്റെ മുഴുവൻ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കൂടി നേരുകയാണ്. ഇതെല്ലാം മുന്നോട്ട് പോകട്ടെ. ഞാൻ പ്രതീക്ഷിക്കുന്ന പോരാ ഒത്തിരി നിങ്ങളുടെയൊക്കെ വലിയ പ്രാർത്ഥനയും പിന്തുണയുമാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്നത്. നിങ്ങളുടെയൊക്കെ കൈകളിൽ നിങ്ങളുടെ അഭിമാനത്തിന് നിങ്ങളുടെ വിയർപ്പിന്റെ അതിന്റെ ഫലമൊക്കെ ചെറിയ ചെറിയ തുകകളായിക്കൊണ്ട് നൽകിക്കൊണ്ട് എന്റെയൊക്കെ തെരഞ്ഞെടുപ്പിൽ സഹായിച്ച ഒട്ടനവധി ആളുകൾ ഈ വേദിയിലും സദസ്സിലുമൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ വൈകിയാണെങ്കിലും അതിനുകൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവരും നേരുകയാണ്. നന്ദി നമസ്കാരം കൊടുക്കുന്നതിനും മനസ്സറിഞ്ഞ് കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അത് കൈയടിയാണെങ്കിലും പുഞ്ചിരിയാണെങ്കിലും സ്നേഹമാണെങ്കിലും വാരി കൊടുക്കുവാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഈ ചടങ്ങ് ഔപചാരികമായി പ്രാർത്ഥന ചെയ്യുന്നതായി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.